130 കോടി യൗവനം ഈ ലോകത്തുണ്ടെങ്കിൽ ഈ ലോകത്തെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം. ധാർമ്മികതയിൽ കൊണ്ടുപോകാം, ഭദ്രമായ കുടുംബ സംവിധാനത്തിൽ കൊണ്ടുപോകാം. ലിബറലുകളുടെ തലതിരിഞ്ഞ ഭ്രാന്ത് നെഞ്ചിലേറ്റി എനിക്ക് ദാമ്പത്യം വേണ്ടെന്ന് പറയുന്ന യൗവനത്തോട്, എനിക്ക് കല്യാണം വേണ്ടെന്ന് പറയുന്ന യുവതികളോട്, അതുപോലെ ബിഗ് ബോസിലെ ഏതെങ്കിലും 2 പെൺകുട്ടികൾ അവർ സ്നേഹിച്ചു, പ്രേമിച്ചു, കാമിച്ചു എന്ന് പറഞ്ഞ് അതിനെ ഉയർത്തി കാണിച്ച് അവരെ മഹത്വവൽക്കരിച്ച് അവരെന്റെ വീട്ടിൽ സ്ഥാനമുണ്ടെന്ന് പറഞ്ഞ് അവരെ ഞാൻ കയറ്റുമെന്ന് പറഞ്ഞ് ജീവിച്ചവരോട് അങ്ങയുടെ അച്ഛനും അമ്മയും ഇത് ആചരിച്ചിരുന്നുവെങ്കിൽ അങ്ങെന്ന നടനുണ്ടാകുമായിരുന്നില്ല, അങ്ങെന്ന സമ്മാനം വാങ്ങാൻ, അംബേദ്കർ ഫാൽക്കെ അവാർഡ് വാങ്ങാൻ അങ്ങുണ്ടാകുമായിരുന്നില്ല. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും മാതാപിതാക്കൾ തമ്മിൽ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഈ 2 മക്കൾ ഉണ്ടാകുമായിരുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടാകുമായിരുന്നില്ല, സർ ഐസക് ന്യൂട്ടൻ ഉണ്ടാകുമായിരുന്നില്ല, സ്റ്റീഫൻ ഹോക്കിംഗ് ഉണ്ടാകുമായിരുന്നില്ല, ഗ്രിഗർ മെൻഡൽ ഉണ്ടാകുമായിരുന്നില്ല, പെലെ ഉണ്ടാകുമായിരുന്നില്ല, റൊണാൾഡോ ഉണ്ടാകുമായിരുന്നില്ല, റൊണാൾഡീനോ ഉണ്ടാകുമായിരുന്നില്ല, മെസ്സി ഉണ്ടാകുമായിരുന്നില്ല, യൂറോപ്പിന്റെ സാഹിത്യകാരന്മാരുണ്ടാകുമായിരുന്നില്ല, സമാധാനത്തിന്റെ നോബൽ സമ്മാനം വാങ്ങാൻ ആണുങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ആണും കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ, പെണ്ണും കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഞാനിവിടെ കയറി നിൽക്കുമായിരുന്നില്ല. നമ്മളിവിടെ ജീവിക്കുന്നത് ആണും പെണ്ണും എന്ന പ്രകൃതിയുടെ മഹാരഹസ്യത്തിന്മേലാണ്. അവിടെയാണ് ലോകത്തിന്റെ പുരോഗതി.